അങ്ങനെ ദീപാവലി നൈറ്റ് ആയിട്ടുണ്ട് ഗായ്സ്. ഫസ്റ്റ് തന്നെ ഈ ഒരു വെടിക്കെട്ടോട് കൂടി തുടങ്ങല്ലേ, എന്ത് ഭംഗിയെ കാണാൻ മാഷാ അല്ലാ. അപ്പോൾ ഞാൻ ലൈറ്റ് വാങ്ങിയിട്ടുണ്ട്. ദീപാവലി സംബന്ധിച്ച് വാങ്ങിയ ഒന്നല്ല, എനിക്കിങ്ങനെ ഇൻഡോർ ആയിട്ട് ഇത് ഇങ്ങനെ ഈ ലൈറ്റ് കത്തിക്കണം ഞാൻ അന്നേ വിചാരിച്ചിന്. കറക്റ്റ് ടൈമിൽ തന്നെ ഞാനത് കത്തിച്ചു. അങ്ങനെ എല്ലാവരും വെടിപൊട്ടിക്കാൻ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരറിയാലോ, അവർ ഒരു ക്ഷമയില്ല. ബാമ്മ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ മഗ്‌രിബ് നിസ്കാരമെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ പുറത്ത് പോയിട്ട് പിള്ളേർക്ക് പന്തിക്ക് കുറച്ച് പടക്കെല്ലാം വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഫ്ലാറ്റിലൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ ഇതാ ഇവിടുന്ന് തുടങ്ങിയിട്ടുണ്ട് ഓരോരുത്തരായിട്ട് ഇങ്ങനെ ചടപട. പിന്നെ കൂടുതൽ ഇതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടല്ലോ, അത്രക്കും എന്താ പറയുക ആഘോഷങ്ങളുടെ ഇതന്നായിരുന്നു. നമ്മൾ പടക്കെല്ലാം വാങ്ങി തിരിച്ച് വരുമ്പോഴത്തേക്ക് റോഡിൽ റോഡൊന്നുമില്ല, നമ്മൾ വേണമെങ്കിൽ അങ്ങോട്ട് മാറിക്കൊടുത്തോളാം. വണ്ടി പോകുന്ന ഇതൊന്നും അവർക്കൊന്നും ഒരു വിഷയമല്ല. ഒന്നും പറയാനും പറ്റില്ല. അവരെ ദീപാവലി നൈറ്റ് നമ്മളിങ്ങനെ അങ്ങ് മാറിക്കൊടുത്തങ്ങ് സ്മൂത്തായിട്ട് പോയിക്കോളാം വണ്ടി. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എന്താ അല്ലേ, എന്ത് രസമാണ്. ഞാൻ 2-3 ഐറ്റംസ് പുതിയതായിട്ട് കണ്ടിട്ട് അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ കൂടുതൽ ഓൺ വോയിസ് കൊടുക്കുന്നില്ല ഇതിൽ, കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ രസം പോവുമല്ലോ ഒച്ചപ്പാടും. അപ്പോൾ നിങ്ങളെ വീഡിയോ കണ്ടോ, ഓക്കെ. ഞാൻ കൂടുതൽ ഓൺ വോയിസ് കൊടുക്കുന്നില്ല. പിന്നെ ഞങ്ങൾ ഈ പടക്കെല്ലാം വാങ്ങി വരുമ്പോഴത്തേക്ക് ഫ്രണ്ട്സെല്ലാം താഴേക്ക് വന്നിട്ടുണ്ടായിന്. അപ്പം എല്ലാവരും കൂടി നമ്മളെല്ലാവരും കമ്പിത്തിരി കത്തിച്ചാൽ സ്റ്റാർട്ടായി. പിന്നെ കുട്ടികൾ കമ്പിത്തിരി അറിയാലോ, കത്തിക്കുമ്പോഴത്തേക്ക് അതങ്ങ് തീരും. ഇവർ കത്തിച്ചിട്ട് അവരെ കൈമ കൊടുക്കുമ്പോഴത്തേക്ക് ഇവരത് പിടിക്കാൻ അവർക്കൊരു പേടി. അവർ മാറി കളിക്കുമോ, അപ്പോൾ അത് തീരും. നല്ല രസമൊക്കെ അവർക്കൊരു ഇതുപോലെ. പിന്നെ അവരങ്ങ് ഓക്കെയായി. പിന്നെ ഇവിടെ ഉള്ളവരൊരു പ്രത്യേകത എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ പറയുക, പിന്നെ ഞങ്ങളെ നാട്ടിലങ്ങനെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറപ്പുറമെല്ലാം ഇങ്ങനെ ഷെയർ ചെയ്താൽ കുട്ടികളുടെ അടുത്തായാലും നിങ്ങൾ നിങ്ങൾ കത്തിച്ചോ എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ തരിക. നല്ല ആൾക്കാർ കേട്ടോ, നല്ല സ്വഭാവം എല്ലാവർക്കും. പിന്നെ എന്നാൽ പിന്നെ കണ്ടോളൂ, ഞാനിങ്ങനെ ഓൺ വോയിസ് കൊടുത്ത് ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അങ്ങ് കളയുന്നില്ല. ഇതാണ് നമ്മുടെ സ്വന്തം സുസുവിൻ്റെ ഹസ്ബൻഡ്. പാവ ഞാൻ എന്തെല്ലോ പറഞ്ഞതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആളെ കുറിച്ച് എന്തെല്ലോ പറഞ്ഞതെന്നാണ് വിചാരം. എന്നിട്ട് പറയാം അവള് പറഞ്ഞതെല്ലാം ഞാനാണ്.
अच्छा क्लैरिटी हैप्पी दिवाली पहले तो खड़े रहना होगा खत्म हो ना 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 താഴെടല്ലേ ഉമ്മാന്റെ കാലിനിടല്ലേ ഇവന് മനസ്സിലായി കമ്പിത്തിരി കൊണ്ട് പടക്കം കത്തിക്കുക എന്നിട്ട് കണ്ടോ കത്തിക്കാൻ നോക്കുകയാണ് പൊട്ടിയ പടക്കം ഇതാ ഞാൻ പറഞ്ഞു ഈ വെറൈറ്റി സാധനം കണ്ടോ ഇത് പിന്നെ വേറൊരു സാധനമുണ്ട് അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മൾ സെൻറ്ററിലേക്ക് വരുമ്പോൾ ഇതാ ആശിസും ടീമെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ അവരെല്ലാവരും കൂടി ചെയ്തു കമ്പിത്തിരി കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പോയി പിന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിന് വരുമ്പോഴത്തേക്ക് ഇതാ ഇതുപോലത്തെ ഒരു കമ്പിത്തിരി കൊണ്ടുവന്നു കമ്പിത്തിരി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ അതിൽ തന്നെ മാക്സ് ബോക്സിലായിട്ട് പിന്നെ പലതരം കളറുകളായിട്ടുള്ള ഒരു ഉപ്പും മുക്കളും കൂടി കുറച്ചത് പുറത്ത് നിന്നിട്ട് ഇങ്ങനെ കമ്പിത്തിരി കത്തിച്ചെടുത്തു എങ്ങനെ പിന്നെ ഉപ്പാൻ്റെ വക പുതിയൊരു ഇത് കണ്ടോ നല്ല രസമുണ്ട് ഇതും കൊണ്ട് അവർ കുറേ കളിച്ചിട്ടുണ്ടായിരുന്നു ചുമ്മാക്കുമ്പോൾ ഇവൻ്റെ വിചാരം അത് അവൻ അങ്ങനെ ആക്കുമ്പോൾ അത് അവിടെ ലൈറ്റ് കത്തുന്നു രസം ഉണ്ടായിരുന്നു കളി Ready? 1, 2, 2, 2. Ready? 1, 2, 2, 2. Ibu, നോക്കിക്കോ. ഇല്ല കണ്ടാ? Ready? പൊട്ടു. Ready? 1, 2, 2, 2, 2. യാ മോനെ. അപ്പുവിന്റെ സൂപ്പർ. ഓരോ. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഒരാൾ പാരഷൂട്ട് കത്തിക്കുന്നത് ഞാനിത് കുറേ ആയി വാച്ച് ചെയ്യുന്നത് ഇതിങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു ഇപ്രാവശ്യം ഞാൻ അങ്ങനെ ഇങ്ങനെ പറന്നു പോകുന്നേ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ കത്തിക്കുന്ന കണ്ടിട്ട് നമ്മളവിടെ വണ്ടി നിർത്തി കുറേ സമയം നല്ല ഇങ്ങനെ നിന്നു ആൾ കഷ്ടപ്പെട്ട് അത് കത്തിച്ചെടുത്തു പക്ഷെ ആൾക്ക് അത്ര വിവരമില്ലാന്ന് തോന്നി ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാന്ന് തോന്നി ആളെന്താ ചെയ്ത് വെച്ചാൽ നേരെ കൊണ്ടുവച്ച് കത്തിക്കുന്ന ഭാഗം കണ്ടപ്പോൾ ഏച്ചതങ്ങ് എത്തുന്നു നേരെ ആ മരത്തിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോയി ആ മരത്തിലേക്ക് അവിടെ സ്റ്റക്കായി പിന്നെ നമ്മളെന്തൊക്കെ ഇതാണ്ടോ എന്നാൽ അത് അവിടുന്ന് മാറ്റി ഇപ്പുറത്തേക്ക് ഇടലല്ലോ അവിടെ ഫുൾ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലം നേരെ ആ മരത്തിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഇട്ടു പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോയി നമ്മൾ റാന്തൽ പോയി ഫുഡ് കഴിച്ചു നമ്മൾ ഫുഡെല്ലാം കഴിച്ച് നേരെ വീട്ടിലേക്ക് വന്നു ഇനി കുറച്ച് കാലത്തേക്ക് ഈ ഒരു ശബ്ദം കേട്ട് ഇങ്ങനെ ഉറങ്ങാം അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ ഗായ്സ് എല്ലാവരോടും ഹാപ്പി ദീപാവലി